കേരളത്തിൽ അപ്രതീക്ഷിതമായി വീശിയടിച്ച് UDF തരംഗത്തിൽ ഭരണകക്ഷിയായ LDF തകർന്നു വീഴുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ നൽകുന്നത്. LDFന്റെ ഉരുക്കുകോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കിയ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF കാഴ്ചവെച്ചത്. പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവികാരം വോട്ടായി മാറിയെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ രണ്ടാം ഭരണത്തിന്റെ അവസാനത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തം. തിരഞ്ഞെടുപ്പിൽ നിർണായകമായത് ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ തോതിലുള്ള ഏകീകരണമാണ്. സർക്കാരിന്റെ ചില നിലപാടുകളിൽ അതൃപ്തരായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFന് പിന്നിൽ ഉറച്ചുനിന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും കേന്ദ്രവിരുദ്ധ വികാരവും UDFന് അനുകൂലമായ സാഹചര്യമൊരുക്കി. ഒപ്പം കെട്ടടങ്ങിയെന്ന് കരുതിയ ശബരിമല വിഷയം വീണ്ടും സജീവ ചർച്ചയായതും വിശ്വാസി വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമായി. ആചാര സംരക്ഷണവും സർക്കാരിന്റെ മുൻകാല നിലപാടുകളും വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. CPMന്റെ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ പോലും വോട്ടുകൾ വലിയ തോതിൽ കുറഞ്ഞത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വിള്ളലുണ്ടാക്കാൻ UDFന് സാധിച്ചു എന്നത് ഭരണത്തോടുള്ള കടുത്ത അമർഷത്തിന്റെ തെളിവാണ്. പരമ്പരാഗത വോട്ടുകൾ പോലും സംരക്ഷിക്കാൻ കഴിയാതെ പോയത് LDF കേന്ദ്രങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തോടുള്ള എതിർപ്പ് സ്വന്തം മണ്ണിൽ തന്നെ പ്രതിഫലിച്ചുവെന്നത് തിരിച്ചടിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. CPM ആവിഷ്കരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം അമ്പേ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണതുടർച്ച ലക്ഷ്യമിട്ടെങ്കിലും അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും UDF കൃത്യമായി ജനങ്ങളിൽ എത്തിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളുമായുള്ള തർക്കങ്ങളും വിവാദങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു. ഇതിനിടയിൽ ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞത് അവർക്ക് കരുത്തായി. കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചതിലും വലിയ വിജയത്തിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത്. ഐക്യത്തോടെയുള്ള പ്രവർത്തനവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പുതുമയും UDFന് ഗുണകരമായി. ഗ്രൂപ്പ് വൈര്യം മറന്ന് നേതാക്കൾ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് അണികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങളും കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസവും സാധാരണക്കാരെ സർക്കാരിൽ നിന്നകറ്റി. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും ഗ്രാമീണ മേഖലകളിൽ LDFന് വലിയ വോട്ട് ചോർച്ചയുണ്ടാക്കി. പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന പ്രതിച്ഛായ നഷ്ടപ്പെട്ടത് CPMന് വലിയ തിരിച്ചടിയായി. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും PSC നിയമനങ്ങളിലെ പരാതികളും സർക്കാരിനെതിരെയുള്ള ആയുധങ്ങളായി UDF ഉപയോഗിച്ചു. UDFന്റെ വിജയത്തിൽ വനിതാ വോട്ടർമാരുടെ പങ്ക് വളരെ വലുതാണ്. കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF നടത്തിയ പ്രചാരണം സ്ത്രീ വോട്ടർമാരെ ആകർഷിച്ചു. ക്രമസമാധാന നിലയിലെ വീഴ്ചകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി മുതലെടുക്കാൻ UDF സംവിധാനത്തിന് സാധിച്ചു. മാധ്യമങ്ങൾ പ്രവചിച്ചതിനേക്കാൾ വലിയ തരംഗമാണ് മിക്ക ജില്ലകളിലും ദൃശ്യമാകുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും UDF നേടിയ അപ്രമാദിത്വം LDFന്റെ അടിത്തറയിളക്കി. തീരദേശ മേഖലകളിൽ സർക്കാരിനെതിരെയുള്ള വികാരം വോട്ടായി മാറി. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ നടന്ന സമരങ്ങൾ പല മണ്ഡലങ്ങളിലും LDFന് തിരിച്ചടിയായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയുള്ള വിധിയെഴുത്തായി ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നവരുണ്ട്. ഏകപക്ഷീയമായ തീരുമാനങ്ങളും പാർട്ടിയിലെ അമിത കേന്ദ്രീകരണവും പ്രവർത്തകർക്കിടയിൽ പോലും അതൃപ്തിയുണ്ടാക്കിയിരുന്നു. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ നിസ്സംഗത പാലിച്ചത് വോട്ട് വിഹിതത്തിൽ പ്രകടമാണ്. വരും ദിവസങ്ങളിൽ പാർട്ടി ഘടകങ്ങളിൽ ഇതിനെ ചൊല്ലി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഫലം പുറത്തുവരുന്നതോടെ കേരളത്തിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിനാണ് വഴി തുറക്കുന്നത്. LDFന്റെ പരാജയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും ആത്മപരിശോധനയ്ക്കും വഴിതെളിക്കും. ജനവിധി മാനിക്കുന്നുവെന്ന് ഭരണപക്ഷം പറയുമ്പോഴും ഈ പരാജയം അവരുടെ നയരൂപീകരണത്തെ ബാധിക്കുമെന്നുറപ്പാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു ഉണർവാണ് നൽകുന്നത്. വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന് അടിത്തറ പാകാൻ ഈ വിജയം അവരെ സഹായിക്കും.